പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ സ്റ്റോക്ക് ഇടിയുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മിക്ക ഇൻവെസ്റ്റേഴ്സിനും തന്നെ നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും ഇന്ന് കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50 ഒക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഹെവി വെയിറ്റ് സ്റ്റോക്സുകളിലൊക്കെ തന്നെയും നമുക്ക് ഈ ഇടിവ് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായ ഒരു ചോദ്യം, ആസ് എ ഇൻവെസ്റ്റേഴ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായും ഇൻവെസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, ട്രേഡ് ചെയ്യുന്ന അതിപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിലും ശരി, സ്വിംഗ് ട്രേഡ് ആണെങ്കിലും ശരി, നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് വളരെ കൃത്യമായി കൊണ്ട് മാർക്കറ്റ് ന്യൂസുകൾ കൃത്യമായി നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ന്യൂസ് അത് ഏത് ഭാഗത്തു നിന്ന് കിട്ടുന്ന ന്യൂസ് ആണെങ്കിലും ശരി, നമ്മളത് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില കമന്റ്സുകളുടെ ഫലമായിട്ടാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇത്രത്തോളം ഇടിയുന്നത്. പ്രധാനമായിട്ട് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 500% ടാക്സ് ചുമത്തും എന്നുള്ളതാണ് റൊണാൾഡ് ട്രംപ് എന്ത് ചെയ്തിരുന്നത് ഏറ്റവും പുതിയതായിട്ട് കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രത്തോളം ഒരു ഇടിവ് നമുക്ക് പ്രകടമായി കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു അൺസർട്ടനിറ്റി ടാക്സിൽ ഉണ്ടായി വരുമ്പോൾ നമ്മളെ എക്സ്പോർട്ടിങ്ങിനെ അത് കൃത്യമായി ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ നമ്മളെ വരുമാനത്തെയൊക്കെ തന്നെ ആ രൂപത്തിൽ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വരവിനെ തടയുന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് ആയിട്ട് അത് മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം റിലയൻസിന്റെ സ്റ്റോക്ക് നല്ല രീതിയിൽ ഇടിഞ്ഞു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് റിലയൻസ് റിഫൈനറിയിലേക്കാണ് കൂടുതലായിട്ട് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരുന്നത്. ആ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വളരെ ഡിസ്കൗണ്ട് പ്രൈസിലാണ് റഷ്യൻ ക്രൂഡ് ഓയിൽ റിലയൻസിന് കിട്ടുന്നത്. അപ്പൊ അതിൽ നിന്ന് നല്ല രീതിയിലൊരു പ്രോഫിറ്റ് റിലയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റിൽ ഒരു ഇടിവ് വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ തന്നെ നമ്മളുടെ മ്യൂച്വൽ ഫണ്ട്സിലേക്കുള്ള ഫണ്ട് മാനേജേഴ്സ് ഒക്കെ തന്നെ ആ സ്റ്റോക്കിൽ നിന്നും പൈസ ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് മറ്റ് സ്റ്റോക്കുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ആസ് എ ഇൻവെസ്റ്റേഴ്സ് ഈ മാർക്കറ്റ് ഇടിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഡൗൺ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഇൻക്രീസ് SIP എന്നുള്ളതാണ്. നമ്മളിപ്പോൾ SIP ചെയ്യുന്ന ആളാണ് എങ്കിൽ, നമ്മളിപ്പോൾ മന്ത്ലി 10,000 rupees ആണ് SIP ചെയ്യുന്നത് എങ്കിൽ, നമ്മളിപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഡൗണിലേക്ക് പോയി നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് നിലവിൽ ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടെ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇവിടെ ഒരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇവിടെ ഒരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ഇവിടെ 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പം നമ്മളിപ്പം പർച്ചേസ് ചെയ്ത് നമ്മളെ പോർട്ട്ഫോളിയോയിലുള്ള ഒരു സ്റ്റോക്കിന്റെ അവസ്ഥ ഇപ്പോ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ 10,000 ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സിനാരിയോയിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് സ്റ്റോക്ക്, ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് സ്റ്റോക്ക് എങ്കിൽ, നമ്മളെ സ്റ്റോക്ക് എങ്ങനെയാണ് ഡൗൺ ചെയ്തത് എന്ന് ചോദിച്ചാൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ സ്റ്റോക്കിനെ ഡയറക്റ്റ് ആ സ്റ്റോക്കിന്റെ മുന്നോട്ട് പോക്കിനെ ഭാവിയിലുള്ള വളർച്ചയെ ഡയറക്റ്റ് ബാധിക്കാത്ത ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം താൽക്കാലികമായ ഒരു ഡൗൺ ഗ്രേഡിലാണ് സ്റ്റോക്ക് നിലവിലുള്ളത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 10,000 എന്നുള്ളത് ഒരു 30,000 ആക്കാൻ പറ്റുമെങ്കിൽ അത്രയും ആക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ മാസം നമ്മളെ ഈ മാസം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന SIP 10,000 ആണ് എങ്കിൽ, നമ്മൾ SIP ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഡൗണിലേക്ക് പോയിട്ട് താഴെയാണ്, ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഡിസ്കൗണ്ട് പ്രൈസ് എന്നുള്ളത് ആ സ്റ്റോക്കിന്റെ ഏതെങ്കിലും ഫണ്ടമെന്റൽ ഇഷ്യൂ കാരണം ഡൗൺ ആയതല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം, ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് റിലയൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതല്ലെന്നുണ്ടെങ്കിൽ ITCയുടെ കാര്യം നല്ലൊരു എക്സാമ്പിളാണ്. ITCയുടെ സ്റ്റോക്ക് നിലവിൽ ഏകദേശം 350 രൂപയ്ക്ക് അടുപ്പിച്ച് എന്ത് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം വരുന്ന ഫെബ്രുവരി മുതൽ ടാക്സ് ചുമത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ടൊബാക്കോയിൽ മേല്, സിഗരറ്റിന് മേല്. അതുകൊണ്ടാണ് ആ ITC. പക്ഷെ അതിന്റെ ഫണ്ടമെന്റലി എന്തില്ല, അതിന് പ്രശ്നങ്ങളില്ല. പക്ഷെ അതിന്റെ ഡൈവേഴ്സിഫിക്കേഷൻ
ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് സിഗരറ്റിൽ മാത്രമല്ല, ITC എന്ന് പറയുന്ന കമ്പനി അതിന് ഒരുപാട് ഫുഡ് പ്രോഡക്ട്സ് നമുക്കറിയാം, ഒരുപാട് ബിസ്ക്കറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ ആശീർവാദ് ആട്ട പോലുള്ള പ്രോഡക്ട്സ്, അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ITC ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോഫിറ്റ്, അതിൻ്റെ ഒരു ഇൻകം വരുന്നത് ടൊബാക്കോയിൽ നിന്നാണ്. ഒരു മേജർ പോർഷൻ എബോവ് 70% മേജർ പോർഷൻ അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ വരുന്നത് ടൊബാക്കോയിൽ നിന്നായതുകൊണ്ടാണ് ആ ഷെയർ ഡൗൺ ഗ്രേഡ് പോകുന്നത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഇത്ര തന്നെ ടാക്സ് അന്നത്തെ മാർക്കറ്റ് സിനാരിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ സ്റ്റോക്ക് താഴേക്ക് പോയിട്ട് വീണ്ടും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ റിലയൻസിന്റെ വിഷയം, റിലയൻസ് ശരിക്കും റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുന്നു എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തു റിലയൻസ്. ഞങ്ങൾ ഈ പുതിയ കൺസൈൻമെന്റിൽ, ഈ 2026 കൺസൈൻമെന്റിൽ റഷ്യയിൽ നിന്നും അവർക്ക് ക്രൂഡ് ഓയിൽ വരുന്നില്ല എന്ന് പബ്ലിക്കായിട്ട് കമന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കഴിഞ്ഞ ദിവസം ഒരു 4% റിലയൻസിന്റെ സ്റ്റോക്കിൽ താഴേക്ക് പോയത്. അപ്പൊ നമുക്ക് എന്ത്, അതിന് ഫണ്ടമെന്റലി റിലയൻസിന് എന്തില്ല, യാതൊരു വിധമായ പ്രശ്നവും ഇല്ല എന്നുള്ളത് കൊണ്ട് ആ ഡൗണിൽ റിലയൻസിന്റെ ആ 4% താഴെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്ക് നമുക്ക് കൂടുതലായിട്ട് ബൈ ചെയ്യാം. അപ്പൊ നിലവിൽ 10,000 നമ്മൾ മാസം SIP ചെയ്യുന്ന ഒരാൾക്ക് അതിലൊരു 30,000 SIP ചെയ്താൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് പ്രൈസിൽ റിലയൻസ് നമുക്ക് സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും എന്നുള്ളതാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകുമ്പോൾ SIP ചെയ്യുന്ന ആളുകൾക്കുള്ള ഗുണം. അപ്പൊ മറ്റൊരു സംഗതി ശ്രദ്ധിക്കേണ്ടത്, ഇന്നിപ്പോ ഡൗൺ ആയി, അപ്പൊ നാളെയും ഡൗൺ ആവുമ്പോൾ വീണ്ടും നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുമല്ലോ. അപ്പൊ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് ആ സ്റ്റോക്ക് എവിടെ വരെ ഡൗൺ ചെയ്യുന്നു എന്ന് നോക്കി പിന്നെ ഒരു അപ്പ് ചെയ്യുന്ന ഒരു ഘട്ടം ഉണ്ടാവുമല്ലോ. ആ അപ്പ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ വേണമെങ്കിൽ അപ്പം ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ SIP ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ ക്യാഷ് ഫ്ലോ, നമ്മൾ SIP ഇടുന്ന ക്യാഷ് വരുന്ന സമയത്ത് ഏത് പൊസിഷനിലാണുള്ളത് അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ SIP അമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. മാക്സിമം എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്ര. കാരണം ഒരു കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഒരു 3 മാസത്തേക്കുള്ള ക്യാഷ് നമുക്ക് ഈ മാസം നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ റോൾ ചെയ്ത് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര നല്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും എക്സ്പെൻഡിച്ചറിൽ നിന്ന് കട്ട് ചെയ്ത് പേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക എന്നുള്ളതാണ്. കാരണം താൽക്കാലികമായിട്ടുണ്ടാകുന്ന അൺസർട്ടനിറ്റികൾ മൂലം മാർക്കറ്റ് ഡൗൺ ചെയ്യുമ്പോൾ SIP ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ SIP ഇൻക്രീസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ആ ഡൗൺ ഗ്രേഡിനെ, മാർക്കറ്റിന്റെ താഴേക്കുള്ള വരവിനെ നമുക്കൊരു നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ.